കൂടുതൽ ചൂട് വരുമ്പോൾ ഇതിന് സഹിക്കാൻ വയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. തന്നെയല്ല, ഈ വളകഴപ്പൻ, ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഇനം ക്രൈറ്റ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ ഇനം പാമ്പുകളാണ് ഇപ്പോൾ കൂടുതൽ അപകടം വരുന്നത്. മൂർഖനും വളകഴപ്പനും ഒക്കെ വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വളകഴപ്പൻ്റെ എണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നു. ഇതിന് കാര്യമായ പാടുകൾ ഉണ്ടാവില്ല. പാടുണ്ടാകുന്നത് നല്ലോണം കടിയേറ്റാൽ പാട് വരും. അതിൻ്റെ പല്ല് വളരെ ചെറിയ പല്ലാണ്. അപ്പോൾ ഒരു വേദനിക്കത്തക്ക രീതിയിലുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇതിൻ്റെ വിഷം ബാധിച്ച് തലച്ചോറിലൊക്കെ എത്തി അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. നമസ്കാരം. കുട്ടികളടക്കം നിരവധി ആളുകൾ പാമ്പുകടിയേറ്റ് മരണപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചൂട് മൂലം പാമ്പുകൾ പുറത്തിറങ്ങി ജനങ്ങൾക്ക് ശല്യമായി മാറുന്നു, അപകടകരമായി മാറുന്നു എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ 50 വർഷമായി വിഷചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ് പാലാ കരുണ ഹോസ്പിറ്റലിൻ്റെ ഉടമയായ ഡോക്ടർ സതീഷ് ബാബു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. പ്രധാനമായും ഈ ചൂടാണ് ഈ പാമ്പുകൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ കാരണമെന്നാണ് പറയുന്നത്. അപ്പം ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അത് ശരിയായിരിക്കും തോന്നുന്നു. കാരണം ഈ മാളത്തിൽ കൂടുതൽ ചൂട് വരുമ്പോൾ ഇതിന് സഹിക്കാൻ വയ്യാണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നതായിട്ടാണ് കാണുന്നത്. തന്നെയല്ല, ഈ വളകഴപ്പൻ, ശംഖുവരയൻ, വെള്ളിക്കെട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഇനം ക്രൈറ്റ് എന്ന് ഇംഗ്ലീഷ് പറയുന്ന ആ ഇനം പാമ്പുകളാണ് ഇപ്പോൾ കൂടുതൽ അപകടം വരുത്തുന്നത്. ആ പാമ്പിന് പൊതുവേ തണുപ്പ് ഇഷ്ടപ്പെടുന്നതാണ്. തണുപ്പുള്ള കാലാവസ്ഥ, അതായത് ഈ അടുക്കളയിലൊക്കെ വന്ന് കയറി ഈ കലത്തിൻ്റെ ചുവട്ടിലും വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് ഇത് കൂടുതൽ, വീടുകളിലാണെങ്കിലും കയറി വരുന്നത്. വളരെ ശാന്ത സ്വഭാവമുള്ള ഒരു ജീവിയാണത്. അതിനെ അങ്ങോട്ട് ഉപദ്രവിച്ചാലേ സാധാരണ കടിക്കാറുള്ളൂ. പ്രകോപിച്ചാൽ മാത്രം കടിക്കുന്ന ഒരു ഇനമാണ് ഈ വളകഴപ്പൻ എന്ന് പറയുന്നത്. അതിൻ്റെ തീറ്റ, ഇരയെന്ന് പറയുന്നത് ചേതൽ, പല്ലി, അങ്ങനെയുള്ള ചെറിയ ജീവികളാണ്. അപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ പലപ്പോഴും ഇത് കടിച്ച ആൾക്കാർ വരാറുണ്ട് വീട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചൂട് കൊണ്ടായിരിക്കണം ഇത് പുറത്തേക്ക് ഇറങ്ങി ജലത്തിൻ്റെ സാന്നിധ്യമുള്ള തണുപ്പുള്ള പ്രദേശത്ത് വരുന്നതും കടിയേൽക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നതും തോന്നുന്നു. ഈ പാമ്പുകടിയേറ്റ കേസുകൾ പതിവായി ഇവിടെ വരുന്നുണ്ടോ? എല്ലാ ദിവസവും വരാറുണ്ട്. പക്ഷേ ഒരു വിചിത്രമായ അനുഭവം കണ്ടത് ഈ ആണ്ടിൽ, ഇന്നിപ്പോൾ ഇവിടെ ആളിപ്പോൾ കൊണ്ടുവന്ന ആൾ പാമ്പ് പിടിച്ച് ഇവിടെ കിടപ്പുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്ന് 4-ാം നാൾ എല്ലാ ദിവസവും വരുന്നത് വളകഴപ്പനാണ്, ശംഖുവരയൻ. അത് എന്നാൽ നേരത്തെ ഒരു 90% അണലി കടിച്ച ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. മൂർഖനും വളകഴപ്പനും ഒക്കെ വളരെ അപൂർവമായിട്ട് വരാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ വളകഴപ്പൻ്റെ എണ്ണം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഈ വളകഴപ്പൻ, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന വെള്ളിവരയൻ അല്ലേ? വെള്ളിക്കെട്ടൻ എന്ന് പറയും. വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, വളകഴപ്പൻ എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ പറയുന്നത് ഈ കാര്യങ്ങൾ തികച്ചും ആയുർവേദ ശാസ്ത്ര രീതിയിലാണ് ഞാൻ പറയുന്നത്. അത് പറയുന്ന 100% എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനോ അത് കമ്പയർ ചെയ്യാനോ അത് പറഞ്ഞ് മനസ്സിലാക്കാനോ ഉള്ള ഒരു വലിയ പരിജ്ഞാനം എനിക്കില്ല. ഈ രംഗത്ത് ഞാൻ ആയുർവേദ ഡോക്ടറാണ്, ക്വാളിഫൈഡ് ആയുർവേദ ഡോക്ടറാണ്. പക്ഷെ എൻ്റെ കുടുംബത്തെ വിഷചികിത്സ ഉണ്ടായിരുന്നു. അവിടെ ചെറുപ്പം പോലെ ഞാനത് കണ്ട് ജനിച്ചു വളർന്നപ്പോൾ വരെ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും വിഷചികിത്സ അറിയാം. എന്നാലും ഔദ്യോഗികമായിട്ട് ഞാനാണ് ഇത് ചെയ്തു വരുന്നത്. അപ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ആയുർവേദ ശാസ്ത്ര രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ 3 തരം പാമ്പുകളാണ് വിഷപ്പാമ്പുള്ളത്. ഒന്ന് മൂർഖൻ, എല്ലാവർക്കും അറിയാവുന്നതാണ്. 2 അണലി വർഗത്തിലുള്ള പാമ്പുകൾ, അത് ചേനത്തണ്ടൻ, പുല്ലാന്നി, അങ്ങനത്തെ ചുരുട്ട, അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ പറയാറുണ്ട്. 3ാമത്താണ് ഈ വളകഴപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശാസ്ത്രത്തിൽ വാദം, പിത്തം, കഫം എന്ന് 3 ത്രിദോഷങ്ങൾ പറയുന്നുണ്ട്. ഈ വാദം എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി, അതാണ് ഈ വാദം. അല്ല ഈ രോഗമായിട്ടുള്ള വാദമല്ല. പിത്തം എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, രക്തവുമായിട്ട് ബന്ധപ്പെട്ട, കിഡ്നിയായിട്ട്, സ്പ്ലീനായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, അതാണ് പിത്തം എന്ന് പറയുന്നത്. കഫം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാൻഡുകളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അപ്പോൾ ഈ വെള്ളിക്കെട്ടൻ്റെ രോഗത്തെ വിഷബാധയിൽ വരുന്നത് കഫം എന്ന് പറയുന്നത്, പ്രദോഷങ്ങളിൽ കഫം എന്ന് പറയുന്നതാണ് ദോഷമായിട്ട് മാറുന്ന, രോഗമായിട്ട് മാറുന്നത്. അതിൻ്റെ വിഷമേറ്റ് കഴിഞ്ഞാൽ കഫം എന്ന് പറയുന്നത്, ത്രിദോഷങ്ങളിൽ കഫം എന്ന് പറയുന്നത് അതിനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്, അതിനെ ദൂഷിപ്പിക്കുന്നത്. അപ്പോൾ അത് ശരിയാണ്. എന്താ വെച്ചാൽ ഇത് ഈ വെള്ളിക്കെട്ടൻ്റെ വിഷത്തിൽ നമുക്ക് വളരെ അപകടകരമായ ചില കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ആ കടിച്ചു കിടക്കുന്ന രോഗിയുടെ പാട് ഞാൻ കാണിച്ചു തരാം. ഇതിന് കാര്യമായ പാടുകൾ ഉണ്ടാവില്ല. പാടുണ്ടാകുന്നത് നല്ലോണം കടിയേറ്റാൽ പാട് വരും. അതിൻ്റെ പല്ല് വളരെ ചെറിയ പല്ലാണ്. അപ്പോൾ ഒരു വേദനിക്കത്തക്ക രീതിയിലുള്ള വിഷമങ്ങളൊന്നും ഉണ്ടാവാറില്ല അതിൻ്റെ പാമ്പ് കടിച്ചാൽ. ആ കടിച്ച് കുറച്ച് നേരത്തേക്കേ പാടുകൾ കാണുള്ളൂ. അത് കഴിഞ്ഞാൽ ആ പാട് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. ഇതിൻ്റെ വിഷം ബാധിച്ച് തലച്ചോറിലൊക്കെ എത്തി അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അതേസമയത്ത്
അണലിയാണെങ്കിൽ നീരുണ്ടാവും, വേദനയുണ്ടാവും, ഒരുപാട് വിഷമങ്ങൾ വരും, മൂർഖന് ക്ഷീണം ഉണ്ടാവും, പല പല ബുദ്ധിമുട്ടുകൾ മൂർഖന് കാണിക്കും, ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളിക്കെട്ടൻ അതാ വളകഴപ്പൻ എന്ന് പറയുന്ന ഇനത്തിൽ രോഗലക്ഷണങ്ങൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് രോഗിയുടെ അവസാനത്തോട് അടുക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. ആ രോഗലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ തലയ്ക്കൊരു ഭാരം, മന്ദത വരിക, ഉറക്കം വരുന്ന പോലെ തോന്നുക, ചിലപ്പോൾ വയറ്റിൽ ഇത്തിരി വേദന ഉണ്ടാകും. അതൊക്കെ മാറി മാറി വരികയും ചെയ്യും. പക്ഷെ തലയ്ക്ക് ഭാരം വന്നു കഴിഞ്ഞാൽ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ബാധിച്ചു, തലച്ചോറ് മന്ദീഭവിച്ചു തുടങ്ങുമ്പോഴാണ് തലയ്ക്ക് ഭാരം, നമ്മൾ ഈ മന്ദത എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥ വരും. അത് കഴിയുമ്പോഴത്തേക്ക് ഉറക്കം വരുന്ന പോലെ കണ്ണടഞ്ഞടഞ്ഞ് പോകും. അത് നമ്മുടെ കണ്ണിലേക്കുള്ള നെർവ്, തലച്ചോറിൽ നിന്ന് കണ്ണിലേക്കുള്ള നെർവ്, ഓപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ആ നെർവിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നതാണ്, ആകുന്നതാണ് നമ്മൾ കാണുന്നത്. അടുത്തത് നാക്ക് കുഴയും, പിന്നെ മൂക്കിൻ്റെ, അങ്ങനെ ഓരോരോ അവയവങ്ങളിലേക്കുള്ള തലച്ചോറിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ അത് നിലച്ചു പോകും. അപ്പോൾ ഏതാണ്ട് മരണത്തോടെടുക്കും. അത് കഴിഞ്ഞ് പിന്നെ തൊണ്ടയ്ക്ക് കഫം തടയും, കൂടെ കഫം തൊപ്പിക്കളയും. പിന്നെ കഫം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ശ്വാസതടസ്സം എല്ലാം വന്നിട്ട് രോഗി മരണത്തിലേക്ക് പോവുക ചെയ്യാറുള്ളത്. അപ്പോൾ ഏറ്റവും അപകടം ഇതിന് രോഗലക്ഷണങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പാമ്പ് കടിച്ചെന്നൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ, പാടായിട്ട് വല്ല കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ടിപ്പിക്കൽ പാടുകൾ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ എടുത്ത് വെച്ചുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയുള്ള പാടുകളൊക്കെ കണ്ട് സംശയം തോന്നിയാൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത ഹോസ്പിറ്റലിലോ ചികിത്സയുള്ള സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ എത്തിക്കുക. പിന്നെ നമ്മൾ രോഗി പാമ്പ് കടിച്ചു വന്നാൽ അവർക്ക് എന്താണെന്ന് അവർ പാമ്പിനെ കാണാണ്ട് വരുന്ന സന്ദർഭങ്ങളുണ്ടാകും. നമ്മളൊരിക്കലും പാമ്പ് കടിച്ചെന്നാൽ രോഗിയോട് പറയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭയം ഉണ്ടാകുമ്പോൾ രക്തചംക്രമണം വർദ്ധിക്കും, ഹാർട്ട് ബീറ്റ് കൂടുമല്ലോ. ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ പെട്ടെന്ന് ബ്ലഡിൻ്റെ പമ്പിങ് കൂടുകയില്ല. അപ്പോൾ ബ്ലഡിൽ കലർന്ന വിഷം, അതായത് കടിപെട്ട ഒരു ദേശത്തെങ്കിൽ നിന്നിടും മാത്രാ ശതം വിഷം എന്നാണ്. 100 മാത്ര എന്ന് പറഞ്ഞാൽ 100 സെക്കൻഡ്, 2 മിനിറ്റ് അടുത്തുള്ള സമയം അവിടെ നിൽക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അത് രക്തത്തിൽ കലർന്നിട്ട് ശരീരത്തിലേക്ക് വ്യാപിക്കും. അപ്പോൾ നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ രക്തത്തിൻ്റെ സർക്കുലേഷൻ സ്പീഡ് കൂടുമ്പോൾ വിഷം പെട്ടെന്ന് എല്ലായിടത്തും എത്താനിടയാവും. ഇനി ഞാൻ പറയുന്നത്, നമ്മളൊരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡായിട്ട് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അത് തികച്ചും വൈദ്യശാസ്ത്ര രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയമാണ്. അത് യുക്തി പോലെ നിങ്ങൾ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. കടിയേറ്റ ഭാഗത്തിന് മുകളിൽ ഹാർട്ടിൻ്റെ ഡയറക്ഷനിലേക്ക് അതിൻ്റെ മുകളിൽ കെട്ടുന്നത് നല്ലതാണ്. എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ ഉപയോഗിക്കണം. തുണിയോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന കൊടുത്തിരിക്കുന്ന വസ്ത്രത്തിൻ്റെ ആണെങ്കിലും തുമ്പ് വലിച്ചു കയറി അപ്പോഴേ പിരിച്ച് ചരടായിട്ട് കെട്ടിക്കൊള്ളുക. അത് 3 കെട്ട് മുകളിൽ കെട്ടണമെന്നാണ് പണ്ട് ശാസ്ത്രം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ആയുർവേദ ശാസ്ത്രം പറയുന്നത്. അതെന്നുവെച്ചാൽ ഒരു കാരണവശാലും ബ്ലഡ് മുകളിലേക്ക് പോകരുത്. അപ്പോൾ അതിന് ആധുനിക ശാസ്ത്ര വീക്ഷണത്തിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ അങ്ങനെ കെട്ടരുത്. മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അവിടെ രക്തം കെട്ടി നിന്നിട്ട് അവിടുത്തെ സെല്ലുകൾ ഡാമേജ് ആകും. അത് ശരിയായിരിക്കാം, പക്ഷേ കെട്ടിയില്ലെങ്കിൽ ആൾ തന്നെ ഡാമേജ് ആയിപ്പോയില്ലേ. സെല്ലുകൾ ഡാമേജ് ആയാൽ നമുക്കതിനെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് മരുന്നുകളും ചികിത്സകളും ഉണ്ടല്ലോ. അല്ലെങ്കിൽ അത്രയും ഭാഗം നമുക്ക് കുറച്ച് റൂയിനായിട്ട് പോയാൽ പോലും നമുക്ക് അതിൽ ലാഭം ജീവൻ കിട്ടുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് കെട്ടുന്നത് നല്ലതാണെന്നാണ് എൻ്റെ പക്ഷം. പിന്നെ ലേശം കീറിയിട്ട് അവിടെ ബ്ലഡ് കളയുന്നത് നല്ലതാണ്. കാരണം ഈ 2 മിനിറ്റിനുള്ളിൽ നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പാസ് ചെയ്യുള്ളൂ. ആ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് ബ്ലഡ് ചോർത്തി കളയുകയാണെങ്കിൽ കുറേ വിഷം അതിലൂടെ പോവും. അതൊക്കെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അണലിക്കൊക്കെ കീറുന്നതിനകത്ത് അപകടമുണ്ട്. ഈ അണലി പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വ്രണം ഉണ്ടാകും, കടിയേറ്റ ഭാഗത്ത് വ്രണം ഉണ്ടാകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ വലിയ മുറിവ് ഉണ്ടാക്കി വെച്ചാൽ വലിയ വ്രണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ തണുത്ത വെള്ളം കൊടുക്കരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വെള്ളം കൊടുത്ത് തണുപ്പിക്കുന്നത് നല്ലതാണ്. ഭയപ്പെടരുത്, ഒരു കാരണവശാലും ഭയപ്പെടരുത്. ഭയപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ പെട്ടെന്ന് വിഷം വ്യാപിക്കാനാണ്. പിന്നെ ആളെ നടത്തുകയോ ഓടിക്കുകയോ ചെയ്യരുത്. കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക നല്ലത്. നേരെ ലെവലായിട്ട് കിടത്തിക്കൊണ്ട് എടുത്തുകൊണ്ട് പോവുക നല്ലത്. പിന്നെ നമ്മളെന്തെങ്കിലും വാക്കുകൾ കൊണ്ടാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ കിടക്കുന്ന രോഗിയാണല്ലോ, ഇന്നലെ വന്നൊരു ടീച്ചർ, അവരൊക്കെ ഭയപ്പെട്ട് കഴിഞ്ഞിട്ട് വലിയ വിഷമങ്ങളുണ്ടാകും. അപ്പോൾ ഈ രോഗത്തിന് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ട് വരും. നിരവധി അനുഭവങ്ങളുണ്ട്. ശങ്കാവിഷം എന്ന ഒരവസ്ഥ പറയുന്നുണ്ട്. അത് ശങ്ക കൊണ്ട്, ഭയം കൊണ്ട് ഈ ലക്ഷണങ്ങളെല്ലാം കാണിക്കും, വിഷത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണിക്കും. അത് ശങ്കാവിഷം എന്ന് തന്നെയാണ് പറയുന്നത്. പലപ്പോഴും അങ്ങനെ വരാറുണ്ട്. ഒരു രോഗി ഇവിടെ വന്ന് ശരീരം മുഴുവൻ മരച്ചു, അയാളുടെ നാക്കും ഒക്കെ മരച്ചിരിക്കുക, ശരീരം മുഴുവൻ മരച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് മറ്റു ലക്ഷണങ്ങൾ കൊണ്ട് ഇയാളെ പാമ്പ് കടിച്ചിട്ടുമില്ല. ഞാൻ ഇയാളോട് പറഞ്ഞു, രാജു നിന്നെ പാമ്പ് കടിച്ചിട്ടില്ല. ഇല്ല സാറേ, പാമ്പ് കാലം ചുറ്റിയായിരുന്നു, ഞാൻ കുടഞ്ഞപ്പോഴാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞു അതല്ല, പാമ്പ് കടിച്ചിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷണങ്ങൾ നോക്കാറുണ്ട് പാമ്പ് കടിച്ചു വരുമ്പോഴേ. ഇതിൻ്റെ തീറ്റി എന്ന് പറയുന്നത് ചെറിയ പ്രാണികളാണല്ലോ, തവള, പല്ലി, പാറ്റ, എലി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ വേസ്റ്റ് ഡംപിങ് തീർച്ചയായിട്ടും ഒഴിവാക്കണം. വീടും പരിസരവും എപ്പോഴും വൃത്തിയാക്കിയിടണം. ഒരു കാരണവശാലും വേസ്റ്റ് കൂട്ടി വയ്ക്കരുത്.
അങ്ങനെ കൂട്ടി വെച്ചാൽ നിശ്ചയമായിട്ടും അവിടെ ചലനമില്ല, അനക്കമില്ലെന്നുണ്ടെങ്കിൽ ഇത് വന്ന് കൂടും അവിടെ. കാരണം അത് ഈ പ്രകൃതിയിൽ നമ്മളെ പോലെ തന്നെ പ്രകൃതിയിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് ഇര തേടി പോകുന്നതായിരിക്കാം. അപ്പോൾ അവർ ഷെൽട്ടർ കാണുമ്പോൾ അവിടെ കയറി ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പഴുതുകൾ അടച്ചു കളയുക. പിന്നെ എന്തെങ്കിലും ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അടുത്ത ഒരു വൈദ്യസഹായം തേടുക എന്നുള്ളതാണ്. ഈ സാഹചര്യം പരിഹരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്നത് പാമ്പുകളെ അകറ്റി നിർത്തുക, അത് വീടും പരിസരവുമൊക്കെ വൃത്തിയായി തന്നെ സൂക്ഷിച്ച് ജാഗ്രത പാലിക്കുക എന്നത് തന്നെയാണ്. ഒപ്പം പാമ്പ് കടി ഏറ്റാൽ അത് അടുത്തുള്ള ആശുപത്രികളിൽ തന്നെ ചികിത്സ നേടുക എന്നുള്ളത് കൂടിയാണുള്ളത്. അതുമാത്രമല്ല, ഇദ്ദേഹം ഇപ്പോൾ തീർച്ചയായും ആയുർവേദത്തിൽ അധിഷ്ഠിതമായ പാരമ്പര്യ വിഷചികിത്സാ രീതികളെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇദ്ദേഹം കഴിഞ്ഞ 50 വർഷമായി അത് ചികിത്സ നടത്തി വരികയാണ്. നിരവധി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് ഡോക്ടർ സതീഷ് ബാബു ഉള്ളത്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒപ്പം മറ്റ് ചികിത്സാ രീതികൾ, പ്രധാനമായിട്ടും സർക്കാർ നിർദ്ദേശിക്കുന്ന അലോപ്പതി ചികിത്സയിലെ ആശുപത്രികൾ അല്ലെങ്കിൽ ആൻറ്റിവെനം പോലെയുള്ള ചികിത്സാ രീതികൾക്ക് അത് തെറ്റാണെന്നൊന്നും അത് വ്യാഖ്യാനമില്ല. ഇത് ആളുകൾ പ്രതികരിക്കുന്നതിന് മുൻപേ ഈ നമ്മുടെ പാരമ്പര്യമായി കിട്ടിയിട്ടുള്ള ചില ചികിത്സാ രീതികളുണ്ട്. അത് ആയുർവേദത്തിൽ അധിഷ്ഠിതമായ വിഷ ചികിത്സയാണ്. അതിനെക്കുറിച്ചുള്ള അറിവുകളാണ് ഡോക്ടർ സതീഷ് ബാബു നമ്മളോട് പങ്കുവച്ചത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പാലാ.